പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ എല്ലാ കാലത്തും അവർക്ക് ഭീഷണിയായി നിന്ന ഇറാൻ എന്ന ഇസ്ലാമിക സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിനെതിരെ ശക്തമായ ഉപരോധങ്ങളുമായി അമേരിക്കയും ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലെ നിർദ്ദിഷ്ട മേഖലയിൽ തുടരുന്നതിനിടെ അമേരിക്കയുടെ അൾട്ടിമേറ്റഡ് വാർഷിപ്പായ USS എബ്രഹാം ലിങ്കണ് നേരെ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് കടുത്ത പ്രകോപനത്തിന് ഇറാൻ കളമൊരുക്കുകയാണിപ്പോൾ. തങ്ങളുടെ അഭിമാനമായ യുദ്ധക്കപ്പലിന് നേരെ പ്രകോപനപരമായി പാഞ്ഞെടുത്ത ഇറാനിയൻ ഡ്രോണിനെ കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിച്ച് അമേരിക്ക ധൂളിയാക്കി പറത്തുകയുണ്ടായി. അറബിക്കടലിലെ അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലിന് നേരെ ഇറാനിയൻ ഡ്രോൺ പാഞ്ഞ് എത്തിയതോടെ ചെങ്കടലിലും കരിങ്കടലിലും ഹൂത്തികളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനപരമായ നാവിക അധിനിവേശങ്ങളെ ഇറാൻ അറബിക്കടലിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന ആരോപണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരൊറ്റ പ്രകോപനത്തോടെ അറബിക്കടൽ സമ്പൂർണ്ണമായി അമേരിക്കൻ നാവികസേനയുടെ റഡാർ കണ്ണുകൾക്ക് കീഴിലായിരിക്കുകയാണ് ഇപ്പോൾ. അതിനു മുൻപ് ഹൊർമൂസ് കടലിടുക്കിൽ എത്തിയ ഇറാനിയൻ ഗൺബോട്ടുകൾ US പതാക വഹിച്ച എണ്ണ ടാങ്കറിനെ ഉപരോധിക്കാനായി വന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ടിപ്പോൾ. ചൊവ്വാഴ്ച ഹൊർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സ്റ്റെന ഇംപറേറ്റീവ് എന്ന US പതാകയുള്ള എണ്ണ ടാങ്കറിനടുത്തേക്ക് 50 കാലിബർ മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിച്ച 6ഓളം ഇറാൻ ഗൺബോട്ടുകൾ എത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പെട്ടെന്ന് തന്നെ US നാവികസേനയുടെ സർവ്വസജ്ജമായ ഒരു കപ്പൽ എണ്ണ ടാങ്കറിനൊപ്പം ചേർന്ന് സുരക്ഷ ഉറപ്പാക്കിയതോടെ ഇറാനിയൻ ഗൺബോട്ടുകൾ പിൻവാങ്ങുകയായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടയിൽ ഇത്തരമൊരു സംഭവം കൂടി നടന്നതോടെ US നിബന്ധനകൾക്ക് വിധേയമായി ആണവ കരാറിൽ ചർച്ച നടത്തണമെന്നും അല്ലായെങ്കിൽ US സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും ഇറാൻ നേരിടേണ്ടി വരുമെന്നും US ആവർത്തിച്ച് ഇറാന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്ര ശക്തമായ പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും ചർച്ച നടത്തണമെന്ന് അമേരിക്ക തുടരെ ആവശ്യപ്പെടുകയും അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇറാന് ലഭിക്കുന്നത് ശുഭകരമായ മുന്നറിയിപ്പല്ല. വിമാനവാഹിനി കപ്പലിന് നേരെ പാഞ്ഞെത്തിയ ഇറാനിയൻ ഡ്രോൺ അമേരിക്ക വെടിവെച്ച് തകർത്തുവെങ്കിലും ഇറാനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ് എന്ന് അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറയുകയുണ്ടായി. ഇറാനിയൻ സ്വേച്ഛാധിപതികളുടെ ഭരണത്തിന്റെ പിടിപ്പുകേടുകൾ മൂലം രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ആദ്യം സൈനിക നടപടി സ്വീകരിക്കുമെന്നും പിന്നീട് ആണവ പദ്ധതി, ബലിസ്റ്റിക് മിസൈലുകൾ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി അടക്കമുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ സംബന്ധിച്ച് രാജ്യത്തെ ഒരു കരാറിലെത്തിക്കാൻ ശ്രമിക്കുമെന്നുമുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് അതിശക്തമായ ഒരു ഭീഷണിയുടെ തലത്തിലേക്ക് എത്തിയതോടെ ഇറാനുള്ള തിരിച്ചടി ഉറപ്പായിരിക്കുകയാണിപ്പോൾ. എന്നാൽ ഭീഷണിയിലൂടെ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് നീക്കാനുള്ള അമേരിക്കൻ ആവശ്യത്തെ അംഗീകരിക്കുകയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആരംഭിച്ചിരിക്കുന്ന ചർച്ചയിലേക്കാണ് ഇപ്പോൾ സകല കണ്ണുകളും ഉറ്റുനോക്കുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ തങ്ങളുടെ സമീപത്തുള്ള ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും കണ്ണും പൂട്ടി ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി പടരുകയാണ് ഇപ്പോൾ.